ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഈ എഴുത്തച്ഛൻ പുരസ്കാരം മേടിക്കുമ്പോഴേ അത് ഞാൻ എഴുത്തമ്മാന്നാണ് പറയുക. കാരണം രണ്ടും തുല്യമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശോഭന്തോന്ന് പറഞ്ഞു, അല്ല ഇത് 1 രൂപയുടെ കൂടുതലുണ്ട്, അപ്പോൾ 5,01,000 രൂപയാണത്. അതുകൊണ്ട് എഴുത്തച്ഛനേക്കാൾ ഒരു പടി മോളിലാണെന്നാണ് സ്വാമി പറഞ്ഞത്. അതൊന്നുമല്ല പ്രധാനം. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിന്ന് പോയുള്ള ദുഃഖമായിരുന്നു എനിക്ക്. ഞാൻ ദൈവമാണ്, ഗന്ധർവനാണ്, ചക്രവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തുമ്പോഴും അത് നിൽക്കുമ്പോഴുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ മത്സരത്തിന് ഫ്ലക്സ് വെച്ച് നടക്കുന്നു, ഒരാളല്ലേ ജയിക്കുള്ളൂ. ഈ ജയിക്കുന്നതിൻ്റെ ഫ്ലക്സ് നിരന്തരമായിട്ടുണ്ടാവില്ല. എനിക്ക് സന്തോഷമായിട്ട് തോറ്റവരുടെ ഫ്ലക്സ് ഇങ്ങനെ കാണും. മിക്കവാറും എല്ലാ പഞ്ചായത്തിലും തോറ്റ സ്ഥാനാർത്ഥികളുടെ വലിയ ഫ്ലക്സ് കാണാം. ജയിച്ചവൻ ബോധകളല്ല എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മളെ പുകഴ്ത്തിയിരിക്കുന്ന ലോകത്തിനാണ് എനിക്കിഷ്ടം. പക്ഷേ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ പി ശാസ്താമംഗലം എന്ന് പറയുന്ന ആൾ ഈ MBR അതുപോലെ ശ്രീകുമാരൻ ഈ ലിസ്റ്റിൽപ്പെടുന്നയാളാണ്. കൈയടിച്ചേ മതിയാവും. കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിത പാട്ട് ആകാശവാണിയിൽ വരുമ്പോൾ ഒരു ഗ്യാങ് അതില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവരിന്ന് മാറ്റി വെച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ശരി, ഇതിനൊക്കൊന്നും വേണ്ടി ഞാൻ പാട്ട് എഴുതുന്നില്ല, ആകാശവാണി എന്നെ വിട്ടോളൂ, പക്ഷേ പാട്ടിനേക്കാൾ മനോഹരമായൊരു സാധനം ഞാൻ എഴുതും, നെഞ്ച് രക്തത്താൽ ഞാൻ കണ്ടിക്കാന്ന് വെച്ചാൽ കട്ട് ചെയ്യുക. എഴുതിയതോ മലയാള സാഹിത്യത്തിൻ്റെ പുതിയ, ഇപ്പോൾ നമ്മുടെ വിശാഖപട്ടണത്തെ സുഹൃത്ത് പറഞ്ഞില്ലേ, വിശാഖപട്ടണത്തെ സുഹൃത്ത് എന്ന് പറഞ്ഞത് ആരാണെന്ന് ഇത് തോന്നലുണ്ടാവും. അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ട് മറ്റൊരു M. കൃഷ്ണൻ നായരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ശാസ്ത്രമംഗലത്തിൻ്റെ വിജയം. കാരണം ഒരൊറ്റ ശാസ്ത്രമംഗലേ മലയാളത്തിലുള്ളൂ. ഞാനൊക്കെ പാട്ട് എഴുതാൻ പോകുമ്പോൾ IV ശശി ലേറ്റസ്റ്റ് ഞാൻ പാട്ടിടാൻ സഹകരിച്ചത്. ശശി പോലും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്ന മുറിയിലിരുന്നിട്ട്, വലിയ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്, സീമയുണ്ട് അപ്പുറത്ത്, ഞങ്ങളെല്ലാം കൂടി ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഈ പുറത്തേക്ക് നോക്കിയിട്ട് ED പിടിക്കാൻ വരുന്നുള്ള പോലെ അങ്ങനെ പേടിച്ചുള്ള മുഖമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് അറിയാമോ? എടാ സൂക്ഷിച്ചൊക്കെ എഴുതണേ, ആ ശാസ്ത്രമൊക്കെ കൊണ്ടുവരാനും കാരണം സത്യം. ഞാൻ ഇത്ര ഭയങ്കര, എനിക്കറിയാവുന്ന സുഹൃത്തുക്കളിൽ ഫിസിക്കലി അങ്ങനെ ഒന്ന് പിടിക്കത്തൊക്കെ ആറ്റിക്കൊന്നുമില്ലല്ലോ. ഇയാളെ IV ശശി ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ചില വാക്കുകൾ വിളിക്കും മനസ്സിലായി. അപ്പോൾ അത്രമാത്രം വിദ്യാഭ്യാസം, നമ്മൾ ഉദ്ദേശിക്കുന്ന സോക്കോൾഡ് വിദ്യാഭ്യാസമുള്ള ആളല്ല IV ശശി. ചില വാക്ക് മഞ്ജീര സഞ്ജീതം ഇതൊക്കെ പുള്ളിക്ക് വലിയ വിഷമമാണ്. എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുച്ഛം വരുമുണ്ട്. പുള്ളി രഹസ്യമായിട്ട് പോയി അറിയാവുന്നവരോട് ചോദിച്ചിട്ട് പിറ്റേന്ന് വന്നിട്ട് അത് സ്പീഡിലാണ് സംസാരിക്കുന്നത്, മനുഷ്യനത് വേണ്ട, അപ്പോൾ മഞ്ജീര വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പോലും ഭയപ്പെട്ടിരുന്നു. കാരണം ഭാഷയുടെ ചടുലമായ പ്രയോഗത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്ന നിരൂപകരെ പലർക്കും ഭയമായി. എൻ്റെ കവിത ശ്രേഷ്ഠമാണെന്നൊക്കെ വിചാരിച്ച് ഞാനൊരു നല്ല കവിത എഴുതി മലയാള നാട്ടിൽ കൊടുത്തു. SK നായരായിരുന്നു എൻ്റെ പത്രാധിപർ. കാക്കനാടിനൊക്കെ ഉണ്ട്. അപ്പോൾ പത്രാധിപതിക്ക് വലിയ ഇഷ്ടമായി, അവരത് പബ്ലിഷ് ചെയ്യും. ഇത് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം ഉണ്ടായത്. കൃഷ്ണൻ നായർ മാഷതിലും അത് M. കൃഷ്ണൻ നായർ അദ്ദേഹം ഈ കവിതയെ കൊണ്ട് പിടിച്ചിട്ട് MD രായൻ എന്ന് പറയുന്ന ആള് ചങ്ങമ്പുഴയുടെ അയസ്കാന്തമാണ്. അപ്പം ഈ കവിതയുടെ നിരൂപണം ഇട്ട ആൾ ഈ അയസ്കാന്തം മനസ്സിലാവാൻ എന്താ അറിയില്ല, പുള്ളി അത് പബ്ലിഷ് ചെയ്യും. അയസ്കാന്തം അർത്ഥം പുള്ളിക്ക് മനസ്സിലായത് പുള്ളി പബ്ലിഷ് ചെയ്യില്ല. കാക്കനാട് അറിഞ്ഞിട്ടുമില്ല. അയസ്കാന്തം എന്ന് പറഞ്ഞാൽ അതിൽ പല ആക്ഷേപമില്ല. ഈ കേൾക്കുന്നവർക്കും അയസ്കാന്തമാണെന്ന് ചെറിയ തോന്നലുണ്ടാവും. ഒരു പുതിയ സിനിമയുടെ പേരെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ചങ്ങമ്പുഴയുടെ അയസ്കാന്തമാണ് MD രാജേന്ദ്രൻ. തീർന്നില്ലേ? അച്ഛൻ ഇത് വായിച്ചിട്ടുണ്ട്, പറയാം നന്നായിട്ടുണ്ട് കേട്ടോ, നെഞ്ചൊക്കെ കുറേയൊക്കെ പാട്ടെഴുത്തും കവിത എഴുത്തും അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത്
പൂർണ്ണമായിട്ടും ശരിയായി. എന്നെക്കുറിച്ച് ഈ ആക്ഷേപം നേരത്തെ പറഞ്ഞത് ഇതിനേക്കാൾ ഭീകരന്മാരെ കുറിച്ചായിരുന്നു. വയലാർ, പി ഭാസ്കർ, യൂസഫ് അലി, ഇവരെയൊക്കെ കുറിച്ച് പുള്ളി പറഞ്ഞത് അയസ്കാമനെ ആര് ധൈര്യപൂർവ്വം കൃഷ്ണനായർ എഴുതി. വയലാർ ജീവനോടെ ഉള്ളപ്പോൾ അദ്ദേഹം എഴുതി അയസ്കാമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിത സരണി മാത്രമല്ല, ശൈലി പോലും അനുകരിച്ച് ഒരു കാന്തം പോലെ ഈ ചങ്ങമ്പുഴവരെയൊക്കെ ആകർഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അയസ്കാന്തത്തിന്റെ തുടർച്ചയാണ് ഞാനെന്നാണ് പുള്ളി എന്നെ ആക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്നേക്കാൾ നേരത്തെ അതായത് ഇപ്പൊ നമ്മള് ഒരു സദസ്സിൽ വന്നിട്ട് ഔചിത്യമില്ലാതെ പെരുമാറുന്നത് പോലെ തന്നെയാണ് ഈ നിരൂപണത്തിന് നേരെ നമ്മൾ മുഖം തിരിച്ച്. കാരണം അയസ്കാന്തമാണ് MDR എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഈ മീറ്റിംഗ് കഴിഞ്ഞ് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദി എനിക്ക് ഒരു കൊടുക്കണം ഞാൻ ഉണ്ണികൃഷ്ണനോട് പറയായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അയസ്കാന്തം ഞങ്ങളെ വിളിച്ചത് M കൃഷ്ണൻ നായർ എന്നാണെന്ന് മനസ്സിലാക്കണം. M കൃഷ്ണൻ നായർ എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ അതിന് മുമ്പ് പുള്ളി വിളിച്ചത് വയലാറിനെയാണ്. ഇവരൊക്കെ ചങ്ങമ്പുഴയുടെ അയസ്കാന്തം എന്നാണ് പറഞ്ഞത്. എന്താണ് തെറ്റ്? ശരിയല്ല. അപ്പോൾ ആ പാട്ടിൽ പോലും അല്ലെങ്കിൽ കവിതയിൽ പോലും അനുകരണ വാസന ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു തത്വം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ വഴി മാറി ചിന്തിച്ചതും ഖണ്ഡകാവ്യങ്ങൾ എഴുതാൻ തുടങ്ങിയതും. അങ്ങനെ വൃത്താധിഷ്ഠിതമായ ഖണ്ഡോബദ്ധമായിട്ടുള്ള ഖണ്ഡകാവ്യങ്ങളിലേക്ക് മലയാളത്തിന് ഞാൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകുന്നത് അംഗീകരിച്ചത് ഈ സോഹൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഖണ്ഡകാവ്യം എഴുതിയാൽ 5 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞ കവികളൊക്കെ ഇപ്പോൾ ഖണ്ഡകാവ്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഖണ്ഡകാവ്യമായിട്ട് മാതൃകയാണ്. കാരണം ചൊല്ലാം വസന്ത തിലകം ശാർദൂല വിക്രീഡിതം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം പിന്നോക്കം പോയ ഒരു കവിതയെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് സാക്ഷാൽ കൃഷ്ണൻ നായരുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വഴി തിരിച്ചുവിടലാണ്. അതിനേക്കാൾ ഗംഭീരമാണ്. ഇപ്പോൾ പാട്ടുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, ഒരുപാട് അനുഭവങ്ങളും പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രത്യേക സൊസൈറ്റിയുടെ ഒരു സ്വഭാവമാണ്. സ്പീഡ്, അങ്ങനെ റാപ്പ് മ്യൂസിക്, അതായത് കൊച്ചു കുട്ടികളിൽ പോലും ഇത് അനുകരിക്കേണ്ടി വരുന്ന ഒരു തലമുറയാണുള്ളത്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മുടെ പൈതൃകം മറന്നു പോയിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ നാച്ചുറലി ഇവരിത് എഴുതേണ്ടി വരും. ONV സാറിനെ പോയി കണ്ടിട്ട് ഒരാൾ 4 ചെറുപ്പക്കാരാണ്, നല്ല ബെസ്റ്റാണ്, നല്ല സംസ്കാരമുള്ളവരാണ്. ഒരാൾ മാത്രം പുറകോട്ട് മുടി കൊടുത്തി 1-2 കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ മാഷയെ കണ്ടു. അപ്പോൾ സാധാരണ ONV അവർ മൈൻഡ് ചെയ്യാറില്ല. എന്നാലും ക്ഷമയോടുകൂടി ഇരിക്കൂ എന്ന് പറയുന്നു. ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു ട്യൂണും കൊണ്ട് വന്നിരിക്കുകയാണ്, അത് ചൊല്ലിക്കേൾപ്പിക്കാം, അങ്ങനെ വേണം പാട്ട് എഴുതാൻ. ONV എല്ലാവിധ സംയമനവും പാലിച്ചിട്ട് സാറിന് അങ്ങനെ പറയാറില്ല. ഇരിക്കുന്നു, ഇവർ ട്യൂൺ ആലോചിക്കുന്നു. അവരെക്കാൾ ഗംഭീരമായിട്ട് ഒറ്റ വാക്കിലാണ് ONV പാടിയത്. ONV പാടുമെന്നായി വിചാരിക്കില്ലല്ലോ. ഇവർ ഉണ്ടാക്കിയ ട്യൂണെന്ന് വെച്ചാൽ എന്നാണ് ഈ ട്യൂണിൽ പാട്ടെഴുതും. പ്രേമഗാനം അതേ ഒറ്റ വാക്കിൽ പറഞ്ഞു പോടാ. അപ്പം സാധാരണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ONV അങ്ങനെ അലറാറില്ല. ഭാര്യയൊക്കെ ഓടി വന്നു. കൊച്ചുമക്കളൊക്കെ വന്നപ്പോൾ ONV ഇന്നത്തെ തുള്ളു കാണാം. ഈ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കൂടെ കണ്ടപ്പഴി ഓടുക എന്ന് പറഞ്ഞ പോലെ പഴുതക്കാട്ട് പ്രോബ്ലമാണ്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ വലിയ പാടാണ്. ഇവന്മാർ ഓടിയപ്പോൾ ഒരുത്തം പുറകിലായി ഈ മുടി വിളർത്തിയത്. അപ്പോൾ ഹിപ്പികൾ വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചെന്നാണ് കൊച്ചുമോനൊക്കെ വിചാരിച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ ഓടിച്ച കഥ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നെ ഞങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് രസങ്ങൾ പറയും. അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരാളായിരുന്നു, വൈവിക്ക് മരണം വരെ വെറുപ്പുള്ള ഒരാളായിരുന്നു MN വിജയൻ. വലിയ മനുഷ്യനല്ലേ, എനിക്കും ബഹുമാനമാണ്. പക്ഷേ കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ വരെ കാറിലിരിക്കുമ്പോൾ വിജയൻ്റെ ഭാഷ,
അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അനർഗളമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധി, ഇതേക്കുറിച്ച് ഒന്നുമല്ല പറഞ്ഞത്. ആള് ബോറാണെന്നുള്ള അർത്ഥത്തിലുള്ള വിശാലത. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുരളീധരൻ, എൻ്റെ ഞങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം ക്രൂരമായിട്ടും കർക്കശമായിട്ടും ആരെയും നിരൂപണം ചെയ്യുന്ന ഒരാളാണ് വകന്മി കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ നേരെ വരെ ആൾക്കാർക്ക് ചെല്ലാമെങ്കിൽ നല്ലൊരു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രമുഖത്തിന് പുതിയ അറിവായിരുന്നു. ഞാനിത് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചത്, സംവിധാനം ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ അങ്ങനെ വേണ്ടി വന്നു. അതിനകത്ത് അഭിനയിക്കുന്ന ഒരാളിനെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല നടനായി. അയാളൊരു 4-5 പടമെടുത്തു, 5-10 പടമെടുത്ത് എല്ലാ പടവും പൊട്ടി. അതിലൊക്കെ വലിയ വലിയ സൂപ്പർ സ്റ്റാർസിനെയാണ് അഭിനയിപ്പിച്ചിരുന്നത്. അതൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ തമാശക്കാരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ, നമുക്കൊരു പടം ചെയ്താൽ നിങ്ങളെ നായകനാക്കിയിട്ട് എന്നെ നായകനാക്കൂ. പൊളിറ്റിക്കൽ നീക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ നോക്കാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു അർത്ഥം ഉണ്ടായിരുന്നു. അതൊരു സിനിമയായിട്ട് വന്നു. അമ്മ നിലാവെന്ന് സിനിമ. അത് 5 പാട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ദാസേട്ടൻ്റെ മകൻ, ആ മകന് വേണ്ടിയുള്ള സജഷൻ വന്നപ്പോൾ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ട് എഴുതിച്ചു. അങ്ങനെ അത് മാറി എൻ്റെ മകനെ കൊണ്ട് പാടിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ വന്ന ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനുണ്ട്, നമ്മുടെ എന്താ പറയുക, ഗിരിജാവല്ലഭൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ഒരു നീല ഷർട്ട്, എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാം. അദ്ദേഹത്തിന്റെ വിജയം കൊണ്ടാണ് തൊഴിൽ കുഴപ്പമില്ല എനിക്ക്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകളാണ് ഒരു പാട്ട് പാടിയത്, ചിത്രയ്ക്ക് പകരം അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട് പാടിയത് സിംല മേനോ. അവളിപ്പോൾ എന്നേക്കാളും ഫേമസ് ആണ്. ഇവിടുത്തെ നമ്മളെ എന്താ പറയുക, ക്ലബ് എമ്മിലെ നമ്പർ 1 ഉദ്യോഗസ്ഥരാണ്. തൃശ്ശൂർ മുഴുവൻ തൃശ്ശൂർ ലോകം മുഴുവൻ പ്രശസ്തയാണ്. ഷീസ് എ ഗുഡ് സിംഗർ ഓൾസോ. അങ്ങനെ കുട്ടിയും പാടി. ഇങ്ങനെയാണ് ആ സിനിമ വന്നത്. അതിലെ പാട്ടുകളൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഗനിർഭരമായിരുന്നു. ഈ നേരത്തെയുള്ള ONVയുടെ നേരെ ഒന്നും അപകടം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതിലെ ഒരു പാട്ട് മാത്രം, ആ പാട്ട് മാത്രമാണ് അതിലെ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്തിയ പാട്ട്. അതിനകത്ത് വാക്കുകളുണ്ട്, പക്ഷെ അതിന് വേറൊരു സ്റ്റൈലായിരുന്നു. അതായത് ഉണ്ണിയൊക്കെ ചിലപ്പോൾ അത് കേട്ട് കാണും. അത് ഏറ്റവും ഈ പടം ഓടിയില്ലെങ്കിലും ഈ പാട്ട് ഗംഭീരമായിട്ട് ഓടി. അത് സിംലയാണ് പാടിയത്. അതിലെ വരികളുടെ പക്ഷേ ആദ്യം കേട്ടാൽ ശാസ്ത്രപരത്തിന് ദേഷ്യം വരും. എന്നാലും രംഗം തന്നെ വരുതി ലംകോ ചിള്ളാപ്പോ, ഇതാണ് ആദ്യത്തെ വരി. ദേഷ്യം വരുന്നുണ്ടോ? രംഗം തന്നെ വരുതി ലംകോ ചിള്ളാപ്പോ, ലേണകാ നീ കണ്ണല്ലേ. ഇപ്പൊ സംഭവം ഇതാണ്. തിരുവനന്തപുരം കൊല്ലം പൊള്ളാച്ചി. രംഗുന്തന വരുതി തിരുവനന്തപുരം, ലംകോ കൊല്ലം, ചിള്ളാപ്പോ പൊള്ളാച്ചി. രംഗുന്തന വരുതി ലംകോ ചിള്ളാപ്പോ, തിരുവനന്തപുരം കൊല്ലം പൊള്ളാച്ചി. ലേണകാനി നീ കണ്ണല്ലേ, ലേണപോനി നീ പൊന്നല്ലേ. പിന്നാണ് രഹസ്യം പുറത്തു വരുന്നത്. മതിച്ചു ചൊല്ലിയാലും ചോദിച്ചു മല്ലിയാലും ഹം സ്നേഹം. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഇതാണ് നമ്മൾ ഒരു പാട്ടുണ്ടാക്കിയത്. ലിറിക്കിന് അല്പം ന്യൂനതയുണ്ടെങ്കിലും ഇത് ഒരു ചൊറിച്ചുമല്ലാണെന്ന് മനസ്സിലാക്കുമ്പോൾ സംഭവമാണ്. ആ പാട്ട് പോലും ക്ലിക്കായില്ല. കാരണം അതിന് ചൂടുണ്ടായിരുന്നു, അർത്ഥമുണ്ടായിരുന്നു. അർത്ഥമില്ലാത്ത പാട്ടുകൾ ഒരുപാട് കേൾക്കി കുഴപ്പമുണ്ടാക്കുമ്പോൾ എനിക്ക് ഇപ്പം തോന്നുന്നത് അറിയാമോ, അന്നത്തെ ആ കാലഘട്ടമായിരുന്നു മലയാളത്തിൻ്റെ ഏറ്റവും നല്ല സുവർണകാലം. ഒരുപാട് നല്ല കവികൾ വർഷങ്ങളായിട്ട് പാട്ട് എഴുതുന്ന ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്, തൊട്ട് മുമ്പിൽ വരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പാട്ടുകൾ ആരും കാണാതെ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്. എത്ര കാലം പിടിക്കാൻ പറ്റും? ഒരു രാമേന്ദ്ര മേനോനുണ്ട്, ഞങ്ങൾ ആകാശവാണിയിൽ പുള്ളി പാട്ട് എഴുതി കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അത്ര ഇഷ്ടമായി.
പലപ്പോഴും സ്ഥലപ്പേരാണ് പുള്ളി. അത് ഞാൻ മറന്നു. സ്ഥലപ്പേര് ഞാൻ മറന്നു. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക, നിങ്ങളെല്ലാം മേനോനാണല്ലോ. അതെ, ഷുവറാണല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ ശ്രീ രാമചന്ദ്ര മേനോൻ എൻ്റെ പേരിൽ എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാം. അദ്ദേഹം കവിയാണ്. അതിനേക്കാൾ മാത്രമല്ല, നമ്മളെ തൃശ്ശൂർ ഞങ്ങൾ റൗണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ പത്തൻസ് ഹോട്ടൽ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ബ്രദർ അജയ് ഘോഷ് നടക്കുന്നത് ആ വരുന്നു രാമേന്ദ്രനാണ്. അപ്പം ഞാൻ പറഞ്ഞത് ആകാശവാണിയിൽ നല്ല പാട്ടൊക്കെ എഴുതുന്ന ആളാണ്. ആണോ? അതെ. അപ്പം അജയനൊരു സംശയിച്ചപ്പോൾ ഇദ്ദേഹം കോട്ട് ചെയ്യുന്നത് വാൾട്ട് വിറ്റ്മാനെയാണ്. അജയനാണല്ലോ. അതാണ്. അപ്പം ഞങ്ങൾ ഇദ്ദേഹം അറിയാതെ പുള്ളിക്കൊരു പേരിട്ടു, വാൾട്ട് വിറ്റ്മാൻ. അപ്പോൾ അജയന്റെ നോട്ടത്തിൽ ഇപ്പോഴും ഇത് വാൾട്ട് വിറ്റ്മാനാണ്. അപ്പൊ ഈ രാമേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആളുടെ പാട്ടുകൾ എങ്ങനെ നിരാകരിക്കപ്പെട്ടോ അതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ടി.പി. ശാസ്ത്രജ്ഞത്തിന്റെ നല്ല പാട്ടുകൾ, നല്ല ലിറിക്കലും. അദ്ദേഹത്തിനെ എന്നെ പുകഴ്ത്തിയോണ്ട് പറയല്ല, അദ്ദേഹത്തെ പുകഴ്ത്താൻ വേറെ ആളുകൾ ധൈര്യപ്പെടുത്തുക. കാരണം വിശിച്ച് പറഞ്ഞ ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പാട്ടുകൾ രചിക്കുന്ന നല്ല രചയിതാക്കളുണ്ടായിരുന്നു. നമ്മുടെ പുതുശ്ശേരി രാമേന്ദ്രൻ, ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രനെ പോലെ ഏറ്റവും നല്ല ലിറിക്സ് എഴുതിയ ആൾ വൈദ്യേക്കാൾ എടുക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ മനോഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത, അദ്ദേഹത്തിൻ്റെ മകള് ഗീത എനിക്കൊരു പുസ്തകം അയച്ചു തന്നപ്പോൾ അതിൽ നല്ലൊരു പാട്ട് കിടന്നു. മാമ്പൂമണം കൊണ്ട് വന്ന കാറ്റെ എൻ്റെ മാടപ്പിറാവിനെ കണ്ടുപോയി, മാനത്തുടങ്ങാൻ പറന്നു നടന്നരാ മാടപ്പിറാവിനെ കണ്ടുപോയി, ചുണ്ടിൽ ചെമക്കുണ്ട് മേനി മിനുപ്പുണ്ട്, കണ്ടാൽ അഴകുള്ള പെണ്ണാണ്, കളമണ്ണുടുപ്പാണ്, കാര്യസ്യമട്ടാണ്, മഴവില്ല് കൊണ്ടാണ് പൂപ്രായം. അതെഴുതിയ പാട്ടാണ്. അപ്പോൾ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രൻ ഒരു ജ്ഞാപകത പാട്ടായിട്ട് മാറ്റുകയും ബാക്കിയുള്ളവരൊക്കെ സിനിമാ പാട്ട് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഭാസ്കരൻ മാഷൊക്കെ ഈ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും വലിയ വിപ്ലവ കവിയായിരുന്നു അദ്ദേഹം. ഇപ്പൊ മനുഷ്യനാവുന്നതാവുന്നൊക്കെ പറയുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് കൂടെ അതിനേക്കാൾ ഗംഭീരമായ മനുഷ്യനെ കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ ഭാസ്കരൻ മാഷെ പോലുള്ള നല്ല ലിറിസിസ്റ്റുകളുടെ പിൻഗാമികളായിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ജീവനോടെ മരിക്കാതിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു കവി, നമ്മുടെ തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെയൊക്കെ സുഹൃത്താണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ആരാണെന്നറിയാം? പ്രഭാവർമ്മ. മനോഹരമായിട്ട് പാട്ട് എഴുതും. ചെറുപ്പക്കാരനാണ്, സുന്ദരമായിട്ട് പാട്ട് എഴുതും. അതുപോലെ ഒരുപാട് ആൾക്കാർ, പിന്നെ സുഗതകുമാരി ടീച്ചർ, അവരുടെയൊക്കെ പാട്ടുകൾ ഫോളോ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാം. ലിറിക്സിന് തന്നെ വലിയ മൂല്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ ഈ കാലം തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? ഈ പാട്ട് എഴുതാനൊക്കെ സംവിധായകരാകണം. അങ്ങനെ ഞാൻ സംവിധായകന്റെ മേലങ്കി കിട്ടിയത് കൊണ്ട് എന്ത് പറ്റി? കുറെ നല്ല പാട്ടുകാരെ കണ്ടെടുക്കാൻ പറ്റി, കുറെ നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി. ഞാൻ ഉണ്ണികൃഷ്ണനോട് പറയായിരുന്നു, അടുത്ത പടങ്ങളിലൊക്കെ എൻ്റെ തന്നെ പാട്ടും എൻ്റെ തന്നെ കഥയും എൻ്റെ തന്നെ മ്യൂസിക്കും ആകുമ്പോൾ ധൈര്യമായിട്ട് നല്ല പാട്ടുകൾ, എൻ്റെ തന്നെ പ്രൊഡ്യൂസർ ആവാൻ പറ്റാത്തതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസർ ഉണ്ടായാൽ അങ്ങനെ നല്ല സിനിമകൾ വന്നാൽ. ഞാൻ 2 ദിവസം ഞാൻ പറയുമായിരുന്നു, സേതുമാധവന്റെ പടത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരുപാട് പടങ്ങൾ നമ്മൾ മിസ് ചെയ്യും. ക്രൈമും ത്രില്ലേഴ്സും ഒക്കെ ആകെ നശിപ്പിച്ചു. അതിലേക്ക് മലയാള സിനിമ തിരിച്ചു വരാനുള്ള ഇതൊരു പടത്തിനുള്ള ക്യാൻവാസിങ് അല്ല, തിരിച്ചു വരാനുള്ള ഒരു ചെറിയ യജ്ഞമാണ്. എൻ്റെ എനിക്ക് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ചെയ്ത ഒരു നല്ല പടമാണ്. നല്ലൊരു പ്രതിച്ഛായ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഒട്ടുമില്ലാത്ത എന്നാൽ പരിപൂർണമായ രാഷ്ട്രീയമുള്ള നല്ലൊരു സിനിമ. അതിലെ പാട്ടുകളാണെങ്കിലും കാവ്യാത്മകമായ പാട്ടുകളില്ല. പക്ഷെ ആ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അതാണ് ഏറ്റവും ഗംഭീരം. അതേ പറ്റൂ. ആ ഒരൊറ്റ ഡിഫക്റ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ ഗംഭീരമാണ്. പക്ഷെ ആ പാട്ടല്ലാതെ വേറെ ഉൾപ്പെടുത്താനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രതിച്ഛായ പോലെയുള്ള പാട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും. അത് അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം വേണം. പക്ഷെ വേറൊരു മഹാത്ഭുതം വന്നിരിക്കുന്നത് സാങ്കേതികത്വം കയറി വന്നിരിക്കുകയാണ്. AI സംസ്കാരം വന്നിരിക്കുകയാണ്. AI സിനിമ വന്നിരിക്കുകയാണ്. MDRന്റെ പാട്ടിന് പകരം ഒരു എന്താ പറയുക, യന്ത്രം ഇനി പാട്ടുണ്ടാകും. ഈ യന്ത്രത്തിൻ്റെ പാട്ടായിരിക്കും നമ്മൾ ആസ്വദിക്കുക. അതുപോലെ മമ്മൂട്ടിക്ക് പകരം വേറൊരു യന്ത്രമായിരിക്കും പ്രവർത്തിക്കുക. അതേ രൂപത്തിൽ ഒരു ആളുണ്ടാകും. മോഹൻലാൽ, ഈ താരങ്ങളൊക്കെ മാറിയിട്ട്
അങ്ങനെ ഒരു കൃത്രിമ സംസ്കാരം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അതിലേക്കാണ് സംഭവം പോകുന്നത്. ഇവിടെ പറഞ്ഞു വന്നത് ടി.പി. ശാസ്ത്രമംഗലത്തിൻ്റെ മലയാള സാഹിത്യത്തിലെ പ്രസക്തി, ചലച്ചിത്രകാരെന്ന് മാത്രമേ പറയുന്നില്ല, മലയാള സാഹിത്യത്തിലെ പ്രസക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം തന്നെ ഒരു ലിസ്റ്റ് വായിച്ചത്, ഇദ്ദേഹം വായിച്ച ലിസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ബാലൻ തുടങ്ങിയ വർഷം, ആദ്യത്തെ പാട്ട്, തിരുനാരക്കുറിച്ചിയുടെ സംഭവങ്ങൾ, ഇതൊക്കെ വ്യക്തമായും പരിശിഷ്ടമായിട്ടും ഓർത്ത് പറയാൻ കഴിയുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമാണ്. കൈയടിക്കാൻ പറ്റിയ കൈ സ്വതന്ത്രമാണ്, മേനോനും കൈയടിക്കാൻ. അപ്പം അതുകൊണ്ട് തമാശ പോലെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുള്ളത് ഭാഗ്യമാണ്. അതിനേക്കാൾ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള മുത്തുകളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരാൾ ജീവനോടെ തൃശ്ശൂരുള്ളത്, നമ്മുടെ ഉണ്ണി. ഇതെങ്ങനെ സംഘടിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം നോക്കുമ്പോൾ ഇവിടെ KG ശങ്കരപ്പിള്ള നിൽക്കുന്നു, ഒരു തവണ നോക്കുമ്പോൾ പ്രഭാവർമ്മ ഇരിക്കുന്നു. അതുപോലെ കേരളത്തിൻ്റെ അദ്ദേഹത്തെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നും പുറത്താണ്. കേരളത്തിൻ്റെ ചരിത്രം സമഗ്രമായിട്ട് ചക്രബ്രാൻഡ് അറിഞ്ഞുകൂടാ, എന്ത് കഷ്ടമാണെന്നറിയും. അപ്പൊ അതിന്റെ ചരിത്രം ഗവേഷണം നടത്താൻ വേണ്ടി അങ്ങ് സന്നദ്ധ സേന ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ സഹായിക്കാൻ കൽപ്പറ്റ ബാലകൃഷ്ണന്റെ ഭാര്യ മുമ്പിലുണ്ട്. കൽപ്പറ്റ ബാലകൃഷ്ണൻ കൽപ്പറ്റ വിദ്യയിലാണ്, പക്ഷെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ പരിചയം നല്ല ഗുണങ്ങൾ വരുന്നുണ്ട്. ഇവരെല്ലാം കിടന്ന സംരംഭത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇന്ന് നടന്നത്. ഇപ്പൊ ഇത് ധന്യമായി, കാരണം ഇവിടെ ഒരുപാട് പാട്ടുകാരിരിക്കുന്നുണ്ട്. അതിലൊക്കെ ശാസ്ത്രമെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നല്ല നല്ല പാട്ടുകാർ. അപ്പൊ അവർക്കൊക്കെ ഒരു ഈ സാഹിത്യവും പാട്ടുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഭവം, അതൊക്കെ ഈ സാഹിത്യയുടെ ഒരു നേട്ടമാക്കി ഞാൻ കണക്കാക്കുകയാണ്. വാസ്തവത്തിൽ ഞാനിതിന് വരാൻ പാടില്ല, കാരണം എന്നെ കുറിച്ചുള്ള സ്തുതി അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്ന എനിക്ക് വിഷമമാണ്. വീട്ടിൽ ഇരുന്ന് കേൾക്കാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞ് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വന്ന് പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രതിഫലിച്ചാൽ പാട്ടിനെ കുറിച്ച് അദ്ദേഹം, ഇതാണ് വാസ്തവത്തിൽ എനിക്ക് കിട്ടിയ അവാർഡ്. എന്നറിയാം, ഇദ്ദേഹം അങ്ങനെ പാട്ടുകൾ നന്നായിട്ട് പറയാറുണ്ട്. ദേശാഭിമാനി വാരികയിലാണ് പത്രത്തിൽ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പടം, അമ്മയുടെ ഒരു പടം. അച്ഛൻ്റെ പഴയ പച്ചപ്പനെന്തെത്താന്നുള്ള പാട്ടിൻ്റെ വരിയൊക്കെ എഴുതി കുഞ്ഞുകുട്ടി അമ്മയായിരുന്നു. അത് രണ്ടിനെയും പടം കൊടുത്ത് വലിയൊരു ലേഖനം. അതിൻ്റെ അടുത്ത് ശാസ്ത്രങ്ങൾ ഞാൻ ലേഖനം വായിച്ചപ്പോൾ കൂടി എൻ്റെ പാട്ടിനെ കുറിച്ച്. അതാണെങ്കിൽ ഇതിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു അന്യർ, അതിലൊരു പാട്ട് അദ്ദേഹം ഒരു വലിയ പാരഗ്രാഫ് എന്ന് എഴുതി വർണ്ണിച്ചിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും. അപ്പൊ അങ്ങനെ ആൾക്കാരുടെ മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരാളും അതിനെ ആരാധിക്കുന്ന ഒരാളുമാണ് അദ്ദേഹം. ഇപ്പൊ വേറെ അത്ഭുതം അത് പറഞ്ഞപ്പോഴാണ്, പാട്ടൊന്ന് പാടുമെന്നൊരു സുന്ദരിയായ യുവതി എന്നോട് ചോദിച്ചു. കൽപ്പറ്റയുടെ ഭാര്യയാണ്, സാഹിത്യയുടെ ആത്മാവാണ്. പക്ഷേ ഇദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് പാട്ട് പാടുമെന്ന് എന്നോട് ആൾ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആലോചിച്ച കോയിൻസിഡൻസ്. ഞാൻ വന്നപ്പോൾ പുള്ളി എപ്പോഴും നോക്കാറുണ്ട്, ഭിത്തിയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. കേരള കൂടുതൽ പുള്ളി അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ആകാശവാണിയിൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ ആകാശവാണിയിൽ നിന്ന് വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, രാജേന്ദ്രൻ വന്നേ പറ്റൂ, കേരള കോളേജിൽ വിടുന്നത് ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കേരളോർമ്മ ഇന്നത്തെ കേരളോർമ്മയല്ല, അന്നത്തെ ഇവർക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് പാട്ടിലൊക്കെ. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ വലിയൊരു ഓഡിറ്റോറിയം, അവിടെ ഇദ്ദേഹം നിൽക്കുന്നു കൽപ്പറ്റ. അദ്ദേഹം എന്നോട് പാടാൻ പറയും. ഞാൻ എൻ്റെ വൃത്തിയായിട്ട് കൃത്യത്തിൽ പാടുന്നു, പിള്ളേരെ സഹിക്കുന്നു. അത് പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, അതേ ആളിൻ്റെ അതേ ഭാര്യ തന്നെ എന്ന് പറയും. അപ്പം ഞാൻ പാടുന്ന പാട്ട് ഈ ശാസ്ത്രമംഗലത്തിന് പോലും അറിയാത്തൊരു അത്ഭുതം പറയാം. എനിക്കും അത്ഭുതമാണ്. ഇത് ഗുരുവായൂരപ്പനാണോ അതോ ആരാണെന്ന്. ഇതിപ്പോൾ ഈസ്റ്റർ സമയമാണല്ലോ, പുത്തമ്പള്ളിയിലെ ആ വലിയ പിതാവാണോ ആരാണ് ഇത് എന്നെ സഹായിച്ചെന്ന് അറിയില്ല. ആ പാട്ട് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഗാനഗന്ധർവൻ തന്നെ എന്നോട് പാട്ട് പറഞ്ഞപ്പോൾ ഇത് നീ എഴുതിയതല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം നിന്നെ കൊണ്ട് ഇത് എഴുതാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മധുരമായ ശബ്ദത്തിൽ പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ദാസേട്ടാ, എന്താ എൻ്റെ പറഞ്ഞത്? ഇത് നീ ഇതിന് പകരം വയ്ക്കാവുന്ന വാക്ക് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയാം. കുറി വരച്ചാലും ഇതിന് മലയാളത്തിൽ വേറൊരു പദം പറയുക. കുരിശു വരച്ചാലും വേറൊരു വാക്കുണ്ടോ മലയാളത്തിൽ? കുമ്പിട്ട് നിസ്കരിച്ചാലും ഉണ്ടാവില്ല, വേറൊരു വാക്കുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്
ഏതോ ഒരു ദിവ്യമായ ക്രിയേഷനാണ് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം കൂടി ചെയ്യണം. ഞാനിത് എൻ്റെ കച്ചേരി നടക്കുന്നുണ്ട്, ഇവിടെ മൈസൂരിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കച്ചേരികൾ. ഈ കച്ചേരിയുടെ എനിക്ക് പാടേണ്ട സമയത്ത് ഞാൻ ഇൻ്റർവെൽ സമയത്ത് ഇത് പാടും. പാട്ട് കച്ചേരിക്ക് ഇടയ്ക്ക് ലളിതഗാനം പാടാറുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടണം. അപ്പോൾ സംശയമുണ്ട്, ഈ കർണാടകത്തിലുള്ള അവർക്ക് മലയാളമുണ്ട്. അവർ ചോദിക്കുക എന്താ അർത്ഥം? അതുകൊണ്ട് നീ ഇതിൻ്റെ ഹിന്ദി ഉണ്ടാക്കണം, തമിഴ് ഉണ്ടാക്കണം, ഹിന്ദി ഉണ്ടാക്കണം. എനിക്കൊരു വെല്ലുവിളിയായിട്ട് പിന്നെ ട്യൂൺ മാറാനും പാടില്ല. അപ്പോൾ അഴിമതി ഒന്നും നടത്തരുത്, മന്ത്രിയാവണം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സുന്ദരമായിട്ട് തപസ്യ നടത്തി. ആ തപസ്യ വിജയത്തിലെത്തി. അതാണ് ഈ പാട്ട്. ഇപ്പം പാടാൻ പറഞ്ഞതുകൊണ്ട് അത് പാടി എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അത് तिलक लगाते क्रूस लगाते ना पढ़ते नमाज तुम तो सुनते भी क्या हो, देखते भी क्या हो, एक है ईश्वर हो दयामयी, एक है ईश्वर हो, एक है ईश्वर हो. പുരിവരച്ചാലും പുരിശുവരച്ചാലും നാപടുത്തേ നമരുകൾ കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് திருமை வழிந்தாலும் சிலுவை வரைந்தாலும் தொழுகை முறை போல் சென்றாலும் காண்பதும் ஒன்று கேட்பதும் ஒன்று கருணை கடலாம் கடவுள் ஒன்று இறைவன் ஒன்று ദൈവമൊന്ന്. പമ്പാസരസ്തടം ലോകമനോഹരം. ഞാൻ ട്യൂൺ ചെയ്ത് പഠിപ്പിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, എടാ ഈ മനോഹരം കുറച്ചുകൂടെ നീട്ടാൻ പറ്റും. ഞാൻ കളിയാക്കി അവിടെ ചോദിക്കുന്നു, അല്ല ഡയറക്ടർ സാർ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് നീട്ടിയ നന്നായിരിക്കും. ഞാൻ ട്യൂൺ ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നതാണ് പമ്പാസരസ്തടം മനോഹരം ആണ്. പുള്ളി പറഞ്ഞു കുറച്ച് നീട്ടാൻ. ലോകമനോഹരം പങ്കിലമാക്കരുതേ, രക്തപങ്കിലമാക്കരുതേ, വിശ്വമനോഹര ഭൂസര പമ്പ പങ്കിതുനാക്കരുതോ കുനുസേ പങ്കിതുനാക്കരുതോ രക്തപങ്കില മാക്കരുതേ കുനുസേ. ചെറിയ ചേഞ്ചോട് വരുത്തി പങ്കിതുനാക്കരുതോ കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും सुनते भी क्या हो, देखते भी क्या हो, एक है ईश्वर हो दयामयी, ദൈവമൊന്ന് ഇறைവനൊன்று. അങ്ങനെ ഹിന്ദിയും തമിഴും ഒക്കെ കേൾപ്പിച്ചപ്പോൾ പുള്ളി ഫോണിൽ വിളിച്ച് പറയാണ് അതിൻ്റെ തെലുങ്കും കൂടെ ഉണ്ടാക്കണോ. തെലുങ്കിലുള്ള കുഴപ്പം ലൂ 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 ഏമുണ്ടി പൂമുണ്ടി പോരാ. ഈ ട്യൂണിന് ഞാനിങ്ങനെ 4-5 ദിവസം കൊണ്ട് എനിക്ക് ഭ്രാന്താണ്. ഭയ ചോദിക്കുന്നത് എന്താണ് രാത്രിയിൽ തെലുഗില് മുണ്ടി എന്നൊക്കെ പറയുന്നത് എന്താ സംഭവം. നമ്മുടെ തെലുങ്ക് ഏറ്റവും സരളവും സുന്ദരമായ ഭാഷയാണെങ്കിലും അതിൻ്റെ വരികൾ മലയാളം ചേർക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ സഹായിച്ചത് ഇതിനേക്കാളൊക്കെ മുമ്പ് മനോഹരമായിട്ട് എഴുതിയ ഞാനൊരാളിനെ മോഷ്ടിച്ചതാണ്. സത്യത്തിൽ ആ മോഷ്ടിച്ചു എന്നുള്ള അപരാധം ഞാൻ ഏറ്റവും പറയുകയാണ്. അദ്ദേഹമാണ് സാക്ഷാൽ ശ്രീനാരായണൻ.
എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും. ഇതാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. അതിൽ വയലാറിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻ ഞാൻ കടത്തി. അതാണ് ഞാൻ ചെയ്തതാണ്. വയലാർ എന്താണെന്ന് പറഞ്ഞില്ല. ഹിന്ദുവായി മുസൽമാനായി എന്നല്ലാതെ അവരുടെ സിംബൽസ് ഞാൻ വർഗീയത വന്നോട്ടെ എന്ന് വെച്ചിട്ട് എന്ത് പറ്റി? കുറി വരച്ചാലും കുരിശ് വരച്ചാലും മുമ്പിട്ട് നിസ്കരിച്ചാലൊന്നും പരിഷ്കരിച്ചല്ലാതെ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിലും തലമുറയായിട്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും അറിവ്. ആ അറിവിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് പാട്ട്. ആ പാട്ടിൽ കൂടെയാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും നമ്മുടെ സാഹിത്യമാണെങ്കിലും ഒക്കെ ഈ വായ്ത്താരിയിലാണ് എല്ലാം പറ്റുന്നത്. അതുകൊണ്ട് സംഗീതവും പാട്ടും സാഹിത്യവും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രത്യേക സംഗമ വേദി ഉണ്ടാക്കിയ സാഹിത്യയുടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു നിരൂപകൻ വിശേഷിപ്പിക്കുന്ന നല്ല സാഹിത്യകാരനാണ് TK വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൻ്റെ അമൂല്യ സമ്പത്തുകളുള്ള ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഉറവയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് ഗംഭീരമായിട്ട് പുറത്തേക്ക് വരണം. ഈ കയ്യടി വളരെ ക്ഷീണിച്ചു പോയി. ഉണ്ണിക്ക് ആഘോഷമുണ്ട്. സാമാന്യം ഭേദമായി ഇനിയൊരു തെലുങ്ക് കയ്യടി വരട്ടെ. ഇനി വേറൊരു തമാശയോട് പറഞ്ഞു നിർത്താം. എന്നെയും കുറിച്ചും തമ്പി ശ്രീകുമാരൻ തമ്പിയെ കുറിച്ചും പറയുന്നത് ദേവരായ മാഷ് പറയുന്നതാണ്. ഞാൻ വേറൊരു സ്റ്റേജിൽ പറഞ്ഞതാണ്. അത് പറയാണ്, അവന്മാർ രണ്ടുപേരും കൊള്ളാം, പക്ഷേ ഭയങ്കര ലാപ്പിയാണ്. ശ്രീകുമാരൻ്റെ സംഭാഷണം നമ്മൾ കേട്ടോണ്ടിരിക്കും കുറേ നേരം. അവൻ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. യവൻ ഈ പറയുന്നതൊക്കെ പുതിയ കാര്യമായിട്ട് സമയം പോകും നമ്മൾ അറിയില്ല. അവന്മാര് സ്റ്റേജിൽ കയറ്റുമ്പോൾ സൂക്ഷിച്ചോണം, ഒരു ചരട് പിന്നിട്ട് വലിച്ചോണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഉണ്ണി ചരട് വലിക്കുന്നുണ്ട്. അതിന് മുമ്പ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇനിയും ശാസ്ത്രമൂലത്തിനെ ഒരുക്കണം. ശാസ്ത്രമൂലത്തിൻ്റെ പാട്ടുകൾ ട്യൂൺ ചെയ്ത് സിനിമയിൽ നമുക്ക് പാടിക്കണം. അത് പാടാൻ വേണ്ടി നമുക്ക് ചിത്രയെ പോലെ തന്നെ ഈക്വലി ഗുഡായ വോയിസ് ഉള്ളൊരു കുട്ടിയുണ്ട്, സിംല. അപ്പോൾ സിംലയെ കൊണ്ട് നമുക്ക് പാടിക്കണം. അത് ഉണ്ടാവും. സിംലാമേനോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗിരിയുടെ മകൾ. അപ്പം അതുകൊണ്ട് ആ സിംലാമേനോട് ഒരു താഴ്മയായ ഒരു അഭ്യർത്ഥനയുണ്ട്. താഴ്മയൊന്നും വേണ്ട, ഒന്നുകൂടെ കുട്ടികളില്ലേ, പാടിക്കോളും. ഒരു പാട്ട് പാടുന്നത് ഞാൻ പറയുന്നുണ്ട്. ഉണ്ണിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഉണ്ണിയാണ് ഈ മാസ്റ്റർ. അതുകൊണ്ട് സിംലാമേനോ അദ്ദേഹം ഒരു നല്ല എനിക്കൊരു കാര്യം മറന്നുപോയി. എൻ്റെ പാട്ട് ഋതുഭേദ കൽപ്പന എന്നൊരു പാട്ടുണ്ട്. അത് ലോകത്ത് ആർക്കും പാടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു, യേശുദാസിനെ ഒഴിച്ചു. കാരണം കുറച്ച് സപ്തസ്വരങ്ങളുണ്ട് അതിനകത്ത്. വലിയ പാടാണ്. അത് തെറ്റാതെ പാടുന്നു ഈ ഉണ്ണി. ഞാൻ സാഷ്ടാംഗം നമിച്ചു. കാരണം എന്താണെന്നറിയാം, ബുദ്ധിമുട്ടാണ്. വലിയ വെറുതെ പാടി നോക്കും, ശരിയാവില്ല. അപ്പം അങ്ങനെ ഉള്ള ഉണ്ണിയുടെയൊക്കെ മുമ്പിൽ സിനിമയിലൊക്കെ പാട്ട് പാടുക, അത് ചെമ്പൊന്നിൻ്റെ വരുതി വരികറിയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കൂടുതൽ ആനന്ദം തോന്നും, ഉണ്ടാവാറുണ്ട്. ഇനി വേറെ പാടിയാലും മതി. പിന്നെ ചിത്ര കാണിക്കുന്നവർ അതിൽ അപകടം കാണിക്കരുത്. ചിത്രയ്ക്ക് ഞാൻ ഏറ്റവും ഹൈ പിച്ചിലൊരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഏറ്റവും ഈ ദുനിയാക്കെ രഘുവാലെ ഭഗവാന്റെ പാട്ടില്ലേ, അതിലേറ്റവും എടുക്കുവാന മുള്ളേരി പോകും. ചിത്രയുടെ റേഞ്ച് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാനും അവനെ ട്യൂൺ ചെയ്ത് കാളീശ്വരി 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 കാളീശ്വരി. അപ്പോൾ ഒടുങ്ങലും ഇറങ്ങി വരുന്നവരെയാണ് ഈ പാട്ടിൻ്റെ റേഞ്ച്. പുള്ളി അത് പാടുന്നില്ല എവിടെയും, സ്റ്റേജിൽ എവിടെ ചെന്നാലും കാർമുകയിൽ പറഞ്ഞതിൻ്റെ മുമ്പിൽ അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാടേണ്ട കാര്യമില്ല. മോൾക്ക് ശബ്ദം അനുവദിക്കുന്ന ഒരു പാട്ട് പാടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വീണ്ടും വരാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ